എന്തുകൊണ്ട് സിനിമ പൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഉത്തരങ്ങളായിരിക്കും. എപ്പോഴും നൈസിൽ ഓഡിയൻസിന്റെ തലയിൽ കുറ്റിടാനാണ് എല്ലാവർക്കും താല്പര്യം. ഭയങ്കര ബുദ്ധിജീവി സിനിമയാണെങ്കിൽ പറയും ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് സിനിമ പൊട്ടി എന്ന് പറയും. ഇനിയിപ്പോൾ ഒരു മാസ് മസാല പടം ഫ്ലോപ്പായാൽ പറയും ഓഡിയൻസിന് ഭയങ്കര ബുദ്ധി വെച്ചു അതുകൊണ്ട് ഫ്ലോപ്പായിന്ന്. ഈ കുറ്റം എപ്പോഴും നമുക്ക് തന്നെയാണ്, അത് വിട്ടുപോയില്ല. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട്. ഈ DC വാർണർ ബ്രദേഴ്സിന്റെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നൊരു സിനിമയാണ് ദ ഫ്ലാഷ് എന്നുള്ളത്. 2 കൊല്ലം മുന്നേ ഇറങ്ങിയ സിനിമയാണെന്ന് ആലോചിക്കണം. അതിന്റെ ചോദ്യങ്ങളും കണക്കുകളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂവിൽ ആൻഡി മുഷൈറ്റി ഇതിന്റെ ഡയറക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഈ ഫ്ലാഷ് എന്നുള്ള ക്യാരക്ടറിന് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. 200 മില്യൺ ഒക്കെ ബഡ്ജറ്റ് ഇട്ട് ഇറക്കുമ്പോൾ മെയിലും ഫീമെയിൽ റേഷ്യോ ഒരേപോലെ കണ്ടാലേ സിനിമ പ്രോഫിറ്റബിൾ ആവുള്ളൂ. അപ്പൊ ഫീമെയിൽ ഓഡിയൻസ് ഒന്നും വന്നില്ല എന്നൊക്കെയാണ് പരാതി. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഈ അയൺമാനെയും ഈ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിനെയും ഒന്നും ഈ കോമിക്സ് വായിക്കുന്നവർക്കല്ലാതെ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇവരൊക്കെ മാറിയത്. കൊല്ലങ്ങളായിട്ട് CW ഫ്ലാഷിന്റെ സീരീസ് റൺ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാതെ തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഫ്ലാഷ് ക്യാരക്ടർ പോരാന്ന്. എന്താ ചെയ്യുക?